ഡോക്ടർ അജിത് കുമാർ, ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ ഒരു 2020 വിരമിക്കൽ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കോഹ്ലി. രോഹിത് ശർമ്മ 2007 ലോകകപ്പ് മുതൽ ഉണ്ടെന്ന് അറിയാം. എങ്കിൽ പോലും വിരാട് കോഹ്ലിക്ക് ഇനിയും എത്രയോ ലോകകപ്പുകൾ 2020യിൽ ബാക്കി ഉണ്ടായിരുന്നില്ലേ? ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർ. അദ്ദേഹത്തിന്റെ ഒരു ഉചിതമായിട്ടുള്ള സമയം ഇതാണ് എന്ന് പറയുമ്പോൾ അതിനുമപ്പുറത്തേക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്ന എന്തായിരിക്കും? ഈ നിശ്ചിത ഓവറിൽ ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രം മതി എന്നുള്ളതായിരിക്കും ആഗ്രഹം. തീർച്ചയായിട്ടും അതും തന്നെയാണ് ആഗ്രഹം. രണ്ടുപേരും ഈ ഏകദിനത്തിലും ടെസ്റ്റിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകാം. T20 എന്ന് പറയുന്നത് നല്ല സ്ട്രെയിനാണ്, പ്രഷറും കൂടുതലാണ് എല്ലാ വിധത്തിലും. ഇപ്പം വിരാട് കോഹ്ലിക്ക് 35 years ആയി, രോഹിത് ശർമ്മയ്ക്ക് 37 രണ്ടുപേരും ആക്ച്വലി വിരമിക്കുന്ന ടൈമാണ്. പക്ഷെ T20 അവര് ഇത് വിരാട് കോഹ്ലി അവര് രണ്ടുപേരും നമ്മളെ ഹൈ ആണ് റിട്ടയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളേതാ വൈ എന്ന് ചോദിക്കുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് one person should retire when people say why and not when. രണ്ടുപേരും വൈ എന്നുള്ള ചോദ്യങ്ങളാണ്. എന്തിനാണ് വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തത്? എന്തിനാണ് രോഹിത് ശർമ്മ റിട്ടയർ? ഇത്രയും നല്ല പെർഫോമൻസ് ഇട്ട രോഹിത് ശർമ്മ അവിടുത്തെ ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോറർ രോഹിത് ശർമ്മയാണ്. കാര്യം ലാസ്റ്റ് മാച്ച് ട്രെയിനിങ്ങിലും 257 റൺ എടുത്തു ഈ ലോകകപ്പില്. അപ്പൊ ഇത്രയും ഹൈ സ്കോർ ചെയ്യുന്ന രോഹിത് ശർമ്മ എന്തുകൊണ്ട് റിട്ടയർ ചെയ്തു? വിരാട് കോഹ്ലി എന്തുകൊണ്ട് റിട്ടയർ ചെയ്തു T20 ഫോർമാറ്റിൽ നിന്ന്? പിന്നെ ഒരു കാര്യം കൂടി, നല്ല സമയത്താണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇന്ത്യ വിജയിച്ചിരിക്കുന്ന സമയം. നമുക്ക് നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അവരെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള എത്രയോ നല്ല പ്ലെയേഴ്സും ഇന്ത്യയിലുണ്ട്. അവര് നല്ലൊരു ഗ്രേസ്ഫുൾ ആണ്. 35 years എന്നൊക്കെ പറഞ്ഞാല് T20ക്ക് അതൊരു അഡ്വാൻസ് സ്റ്റേജാണ്, സംശയിക്കണ്ട. വിരാട് വളരെ ഫിറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. രോഹിത്തിന്റെ ഫിറ്റ്നസിനെ പറ്റി നമുക്ക് യാതൊരു സംശയം. എന്നാലും രോഹിത് ഒരു ഇഞ്ചറി പ്രോൺ ആണ്, അവർക്ക് യാതൊരു സംശയമില്ല. ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കഴിഞ്ഞ IPL അദ്ദേഹത്തിന്റെ ഫോം വളരെ മങ്ങിയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ആലോചിച്ചായിരിക്കും ഈ ലോകകപ്പ് വിജയിച്ചാൽ ഞങ്ങള് രണ്ടുപേരും കൂടി ഒന്നിച്ച് റിട്ടയർ ചെയ്യാമെന്ന്. ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചോളം അത് വലിയൊരു അകാരണമാണ്. ഇത്രയും നമ്മുടെ ബെസ്റ്റ് 2 players ആണ് റിട്ടയർ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു ലോങ് റൺ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് കാണുന്നത്. കാരണം ഇത് പറഞ്ഞ പോലെ വൈ എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴാണ് പ്ലെയറിന്റെ ആ ഗ്രേറ്റ്നെസ് മനസ്സിലാണ്, അല്ലാണ്ട് വെൻ എന്ന് പറയുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ചോദ്യം വരുന്നു എന്നത് രണ്ടുപേർക്കും സന്തോഷകരമായിരിക്കും. നല്ല പെർഫോമൻസ്, ഹൈ ആണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്. എന്നാലും ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം കൂടിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ് രോഹിത് ശർമ്മയും സംഘവും. നമുക്കറിയാം, ഈ നവംബറിൽ തൊട്ടു മുമ്പ് നടന്ന ഏകദിന ലോകകപ്പിൽ അന്ന് കരഞ്ഞ് നിൽക്കുന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെ കണ്ടു. ഇന്നലെ ആ കരച്ചിൽ വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയൊക്കെ കണ്ണീരണിഞ്ഞത് സന്തോഷം കൊണ്ടാണ്. അപ്പൊ ആ